നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. സംസ്ഥാനത്ത് വിഷു ഉത്സവ സീസൺ പ്രമാണിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒന്നിച്ച് വിതരണം ചെയ്യുവാനായി തീരുമാനിച്ചിരിക്കുകയാണ്. വിതരണ തീയതിയും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ LPG വിതരണത്തിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ, പുതിയ അറിയിപ്പ് എന്നിവയൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് LPG സിലിണ്ടർ വിതരണവുമായി ബന്ധപ്പെട്ട് ചില ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിയിപ്പാണ് ആദ്യമായി തന്നെ പങ്കുവെക്കുന്നത്. രാജ്യത്ത് 3 ആഴ്ചക്കിടെ 3.5 ലക്ഷത്തോളം പുതിയ PNG കണക്ഷൻ ആക്ടിവേറ്റ് ആയെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. LPG വിതരണത്തിൽ ഇപ്പോഴും ആശങ്ക തുടരുന്നു. എന്നാൽ സ്റ്റോക്ക് തീരുന്ന അവസ്ഥ ഇല്ല എന്ന് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. രാജ്യത്തെ 50% വാണിജ്യ LPGയും സംസ്ഥാന സർക്കാരുകളുടെ കൈവശമുണ്ട്. പൊതുമേഖലാ ഹോട്ടലുകളെയും ക്യാന്റീനുകളെയും ഈ ഒരു വിഹിതത്തിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാനങ്ങളോട് കേന്ദ്രം ആവശ്യപ്പെട്ടു. അതിഥി തൊഴിലാളികൾക്ക് 5 കിലോ FTL വിതരണ വിഹിതത്തിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 20 സംസ്ഥാനങ്ങൾക്കാണ് ഇതുവരെ വാണിജ്യ LPG വിഹിതം അനുവദിച്ചിരിക്കുന്നത്. ഗാർഹിക സിലിണ്ടറുകൾ 10 കിലോ ആക്കാൻ ആലോചന എന്നുള്ള റിപ്പോർട്ട് വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. അഭ്യൂഹങ്ങൾക്ക് വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല എന്ന് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയും അറിയിച്ചു. കിംവദന്തികളിൽ വിശ്വസിക്കരുത്. 2 LPG ടാങ്കറുകൾ കൂടി ഹോർമോസ് കടലിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള അറിയിപ്പും ഇതോടൊപ്പം വന്നിരിക്കുകയാണ്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും തിരിച്ചു കയറുന്നു. മാസങ്ങൾക്ക് ശേഷം 1 ലക്ഷത്തിന് താഴേക്ക് എത്തിയ സ്വർണ്ണവില വൈകിട്ടോടെ തിരിച്ച് 1 ലക്ഷത്തിന് മുകളിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഇത് 3-ാം തവണയാണ് വിലയിൽ മാറ്റമുണ്ടാകുന്നത്. പവന് 1600 രൂപ വർദ്ധിച്ച് 1180 രൂപയിലെത്തി. ഗ്രാമിന് ആനുപാതികമായി 200 രൂപയാണ് കൂടിയത്. 1 ഗ്രാം സ്വർണത്തിന്റെ നിലവിലെ വില 12,635 രൂപയാണ്. ഇന്ന് രാവിലെ മുതൽ മണിക്കൂറുകൾ കൊണ്ട് ഗ്രാമിന് 940 രൂപ കുറഞ്ഞിരുന്നു. ഇന്ന് ഉച്ചയോടെ 1 പവൻ സ്വർണത്തിന് 99,480 രൂപയിലേക്ക് താഴ്ന്നു. 1 പവൻ സ്വർണത്തിന് ഇന്നാകെ കുറഞ്ഞത് 7,560 രൂപയായിരുന്നു. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടിയതാണ് സ്വർണ്ണവില 1 ലക്ഷം കടന്നു കുതിക്കാൻ കാരണം. ഇനി അടുത്ത അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത്, വീട്ടമ്മമാർക്ക് പച്ചക്കറി സാധനങ്ങൾ വാങ്ങാൻ പ്രതിമാസം 1,500 രൂപ നൽകുമെന്ന പ്രഖ്യാപനവുമായി പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. അക്ഷയ കാർഡ് എന്ന പേരിലാണ് പ്രതിമാസം 1,500 രൂപ നൽകുക. പ്രതിമാസം 1,500 രൂപ നേരിട്ട് പച്ചക്കറി സാധനങ്ങൾ വാങ്ങാൻ ഉള്ള അക്ഷയ കാർഡ് DBT വഴി നേരിട്ട് അക്കൗണ്ടുകളിൽ നൽകും. ഒട്ടേറെ സ്ഥലങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ഈ ഒരു മോഡൽ പാലക്കാടും നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചു. പാലക്കാട്ടുകാരുടെ ക്ഷേമത്തിന് താമര ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, വിഷു ആഘോഷത്തിന് മുൻപായി തന്നെ ജനങ്ങളുടെ കൈകളിൽ പണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക അഡ്വാൻസ് ആയി നൽകാൻ സർക്കാർ തീരുമാനിക്കുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്കും വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്നവർക്കും ഈ ഒരു ആനുകൂല്യം ലഭ്യമാവും. പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും നേരിട്ടും വിതരണം ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയിട്ടുള്ളവർക്ക് ആ ഒരു തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി കൈകളിലും ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ്. 2 മാസത്തെ തുക 4,000 രൂപ ഈ ഒരു മാസത്തിൽ തന്നെ ലഭിക്കുന്നതാണ്. മാർച്ച് മാസത്തെ പെൻഷൻ 25-ാം തീയതി മുതലും ഏപ്രിൽ മാസത്തെ പെൻഷൻ 31-ാം തീയതി മുതലുമാണ് വിതരണം ആരംഭിക്കുന്നത്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഔട്ട്.